ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സാൻഡിയേഗോ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ പതിവ് രാവിലെ എപ്പോഴും ഞാനും മോനും കൂടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവരുടെ ഹോട്ടലിലോട്ട് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഊബർ എടുക്കുകയാണല്ലോ പതിവ്. ഇന്ന് പതിവിന് വിപരീതമായി അവരവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു, അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നേ. അപ്പോൾ ഞങ്ങളിന്ന് ഇലൂഷൻ മ്യൂസിയം കാണാം. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സജഷൻസ് വരുമല്ലോ, അങ്ങനെ ഇലൂഷൻ മ്യൂസിയത്തിൻ്റെ സജഷൻ വന്നപ്പോൾ അങ്ങോട്ട് കാണാൻ പോവാണേ. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേനും മീര എത്തും കേട്ടോ. മീര അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. നീര ഉച്ച 12 മണിയാകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ഇലൂഷൻ മ്യൂസിയം കാണാനായിട്ട് ഇറങ്ങിയതാണ്. വെയിൽ, നല്ല വെയിലാട്ടോ. വെതർ പ്ലസൻ്റ് ആണെന്ന് പറഞ്ഞാലും വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. നമ്മൾ ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ താഴെ റോഡ് കാണുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വെയിലിൻ്റെ കാര്യം പറയാം. നമ്മൾ എത്ര സൺസ്ക്രീൻ പുരട്ടിയാലും ടാനിങ്ങിന് ഒരു കുറവില്ല കേട്ടോ. ഞങ്ങൾ സൺസ്ക്രീൻ്റെ സ്പ്രേ, സൺസ്ക്രീൻ അതായത് SPF 50 ഉള്ളത് 30 ഉള്ളതൊക്കെ മാറ്റി പുരട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര വെയിലാണ്. പക്ഷെ നമുക്ക് സ്ഥലങ്ങൾ കാണാതിരിക്കാനും ഇവിടെ ബീച്ചും അതിലൊക്കെ പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വന്നതല്ലേ, അപ്പം നമുക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ നമുക്ക് ക്രൂസ് എടുക്കാവുന്നൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ നമുക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും നമ്മൾ ഇലൂഷൻ മ്യൂസിയത്തിലോട്ട് പോവുകയാണേ. അപ്പം അവിടെ നമ്മൾ ഇൻഫർമേഷൻ ഡെസ്കിൻ്റെ അവിടെ വന്നു നിന്ന് ട്രോളി എടുക്കാനായിട്ട്, നമ്മുടെ ഇവിടെ മെട്രോ ട്രെയിൻ ട്രോളി എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇവരെല്ലാവരും ഗോപു എന്നെ എപ്പോഴും കളിയാക്കും, ഇത് പിന്നെ ഡൽഹിയിലും ഉണ്ട്. കാരണം എന്തെടുത്താലും ഞാൻ പറയും ഇത് ഞങ്ങളുടെ ഡൽഹിയിലും ഉണ്ട് എന്ന് പറയും കേട്ടോ. ശരിയല്ലേ, നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എത്ര ഡെവലപ്ഡ് ആയി അല്ലേ. എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്. ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് റൂൾസ് ഒബേ ചെയ്യാനും പങ്ക്ച്വാലിറ്റി വെക്കാനും ഒക്കെ ശ്രമിച്ചാൽ നമ്മുടെ ഇന്ത്യയും ഇതുപോലെ തന്നെ അടിപൊളിയാവും അല്ലേ. സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളം ബെറ്ററാണെന്ന് വെച്ചാൽ ഞങ്ങൾ UP-യിലോട്ട് വരുമ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. 10 മണിക്കൊരു ഫംഗ്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ 11 മണിക്കായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ടൈമിന് കുറച്ച് വാല്യൂ നമ്മുടെ UP-യിലോട്ട് പോകുന്നതോറും കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ക്യാഷ് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, എല്ലാം നമുക്ക് കിയോസ്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ്സ് കളക്ട് ചെയ്യാം. അപ്പോൾ മോൻ ഇവിടെ വന്നിട്ടാണ് ചിലപ്പോഴൊക്കെ ഇസ്കോൺ ടെമ്പിളിൽ പോകാറുണ്ട്. അപ്പോൾ അവന് ശരിക്കും ഇവിടുത്തെ സിസ്റ്റമൊക്കെ നന്നായിട്ട് അറിയാം. എല്ലായിടത്തെ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കാർഡ് ഇടുന്നത്, നമ്മൾ ന്യൂയോർക്കിൽ പോയപ്പോഴും സബ്വേ ഒരു പ്രാവശ്യങ്ങൾ നമ്മൾ മെട്രോ ട്രൈ ചെയ്യുമല്ലോ, അങ്ങനെ ന്യൂയോർക്ക് പോയപ്പോൾ ട്രൈ ചെയ്തു. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ വേറൊരു സിസ്റ്റമാണ്. ടിക്കറ്റ് ഞങ്ങൾ വാങ്ങിക്കാം, എനിക്കറിയത്തില്ല. ന്യൂയോർക്ക് ജസ്റ്റ് ബസ് അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നോക്കി നിന്നപ്പം ഓരോ 3 മിനിറ്റാണെന്ന്, 3 മിനിറ്റിന് ശേഷം മെട്രോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡൗൺ ടൗണിലോട്ട് പോകാൻ തുടങ്ങി. ഡൗൺ ടൗണിലാണ് നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ ഇലൂഷൻ മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് നേരം പിള്ളേർക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് വെച്ച് ഉച്ചയാകുമ്പോഴത്തേനും മീര വരും. ഉച്ച കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെട്രോയിൽ കയറി, കാരണം അധികം ആളൊന്നും കാണത്തില്ല കേട്ടോ. ഈ ചില മെട്രോ, ഈ മെക്സിക്കൻ ബോർഡർ, ഇവരുടെ കണക്ടിവിറ്റി ഭയങ്കര നല്ലതാണല്ലോ. മെക്സിക്കൻ ബോർഡർ തൊട്ട് ഇങ്ങനെ മെട്രോയിൽ നമുക്ക് പോകാം. 2 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മെക്സിക്കൻ ബോർഡർ എത്തും കേട്ടോ. അതായത് ഈ സാന്റിയാഗോ ബോർഡർ മെക്സിക്കോ ആണ് പിന്നെ. അപ്പോൾ അങ്ങനെ 1.5 മണിക്കൂറാണ്, 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് അങ്ങനെ എത്തും. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇവർക്ക്. നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇലൂഷൻ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഒരു എന്താ പറയുന്നത്, കുറച്ചിങ്ങനെ നമ്മൾ നടക്കുമ്പം തല ചുറ്റുന്ന പോലെയും അങ്ങനെയൊക്കെ നമുക്ക് കുറേ അറിയാമല്ലോ. ഇങ്ങനെ എല്ലാം ഒരു ഇലൂഷൻ പോലെ കാണാം. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ എല്ലാത്തിനും കുറച്ചും കൂടെ രസമായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഈ മെട്രോസിൽ നമ്മൾ ന്യൂയോർക്കിൽ പോയപ്പോഴാണെങ്കിലും ഒത്തിരി ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ കയറും. അവരൊക്കെ കുറച്ച്
ഡ്രഗ്സിൻ്റെ ഉപയോഗം ഭയങ്കര ഇലീഗലാണല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും കുറച്ചൊക്കെ കയറും. അത് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കണം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഐ കോൺടാക്റ്റ് കൊടുക്കാതിരിക്കുക. അങ്ങനെ അവർ തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഐ കോൺടാക്റ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ അടുത്തോട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഒരാൾ പറയുമായിരുന്നു, നമ്മളിങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുത്തോട്ട് വന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് മോനോടൊക്കെയും, മോൻ ഇവിടെയാണല്ലോ സാന്റിയാഗോയിൽ ആണ് പഠിക്കുന്നത്, അപ്പം ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇവരെന്തെങ്കിലും ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരിങ്ങനെ നമ്മുടെ അടുത്തോട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്യാഷ്, അതായത് ഒരു $10 ഒക്കെ ആണെങ്കിൽ തന്നെ അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അവരങ്ങ് പൊയ്ക്കോളും. കാരണം അല്ലെങ്കിൽ നമുക്ക് അവർ അറ്റാക്ക് ചെയ്യാനും ഇവർക്ക് അങ്ങനത്തെ ഒക്കെ ഒരു പ്രവണതയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കൂടെ ഈ ട്രാമിൻ്റെ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണുന്നില്ലോ. ഇവിടെ ഡൽഹിയിൽ എവിടെയാണ്, കൊൽക്കട്ടയിലുണ്ടെന്ന് തോന്നി ഇങ്ങനത്തെ ട്രാമല്ലേ. ഞാൻ കൽക്കട്ട പോയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അതായത് റോഡിൽ കാറ് പോകുന്നു, അതൊക്കെ കൂടെ അതുപോലെ തന്നെ ഈ ട്രോളീസും പോകുന്നു. അത് കാണുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറും ഒരു ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടന്ന് പോവുകയാണെ. കുറച്ചൊക്കെ സ്കൈ സ്ക്രാപ്പേഴ്സ് കുറേ ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം തോന്നുന്നത് ഷിക്കാഗോയും എല്ലാ സ്ഥലങ്ങളും ചെല്ലുമ്പോൾ ന്യൂയോർക്ക് എല്ലായിടത്തും ഭയങ്കര ബിൽഡിങ്സൊക്കെ ഇങ്ങനെ ഭയങ്കര 50 നിലയും 60 നിലയും ഒക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഓരോരുത്തരുടെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഭൂപ്രകൃതിയിൽ നല്ല മാറ്റമുണ്ട്. ഇവിടെ കുറച്ചും കൂടെ മലയും കുന്നും കയറ്റവും ഒക്കെയാണ്. നമ്മുടെ ഷിക്കാഗോ സവോയ് അതൊക്കെ പറയുമ്പോൾ നല്ല ഫ്ലാറ്റ് ലാൻഡാണ്. ഇവിടെ പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ഇങ്ങനെ കയറ്റങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ വന്ന വഴി റോഡ് വരുന്ന വഴിക്ക് കാണുമ്പോൾ നല്ല രസമാണ് ഡ്രൈവ് ചെയ്ത് വരുന്ന ആ വഴിയൊക്കെ. കുറേ ഭാഗത്ത് നല്ല കുന്നുകൾ, നമ്മൾ നൈനിത്താളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെ തോന്നും. കുറച്ച് ഭാഗത്ത് ബീച്ചിൻ്റെ സൈഡ്, അങ്ങനെ നല്ല രസമുള്ളൊരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനും നല്ല രസമാണ്. ഞാൻ പറഞ്ഞൊരു ന്യൂയോർക്കിൽ പോയപ്പോൾ നമുക്ക് ഫുൾ മഴയായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിൽ. ഇവിടെ ക്രോസിംഗ് സിസ്റ്റം ഭയങ്കര നല്ലതാണ്. അതായത് സിഗ്നൽ ഇല്ലെങ്കിൽ പോലും ആരും അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ആരും ഒന്നും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് പെഡസ്ട്രിയൻസ് ആണ് കിങ്, അതാണ് ഇവർ നമ്മളിങ്ങനെ കറക്റ്റ് വലിയ റോഡിൽ കൂടെ പോകുമ്പം സിഗ്നലുണ്ട്, നമ്മുടെ ഒരു പുഷ് ബട്ടൺ അവിടെ അമക്കുമ്പോഴാണ് ഈ സിഗ്നൽ ഓൺ ആകുന്നത്. അല്ലാതെ മിക്കതും ഓട്ടോമേറ്റഡും ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഒരു പുഷ് ബട്ടൺ അമക്കും, അത് കഴിയുമ്പോൾ നമ്മുടെ സിഗ്നൽ അനുസരിച്ച് വരും. അങ്ങനെ ഞങ്ങൾ ഇലൂഷൻ അവിടെ ചെന്നു കേട്ടോ. അവിടെ മ്യൂസിയം ചെന്നപ്പോൾ അവർ ആദ്യം അവിടെ ഒരു ടാഗ് നമുക്കിങ്ങനെ ഒട്ടിച്ച് തരും. ഇത് നമുക്കിങ്ങനെ ഒരു മിറർ പോലെ 3 വശത്ത് ഇങ്ങനെ നമ്മളിരുന്ന് കഴിയുമ്പം അങ്ങനെ ഭയങ്കര ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരാളെ തന്നെ പലതായിട്ട് കാണാം. അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ കണ്ടോ, ഇതുപോലെയൊക്കെയാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഓരോരോ നമ്മുടെ ഓരോ ബോഡി പാർട്ട് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അതായത് ഒരു ഡയഗ്രാം ഇങ്ങനെ ഉണ്ടാക്കിയതുപോലെ വരും കേട്ടോ. അതിങ്ങനെ മോള് പുറകിൽ നിന്ന് ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാം. നമ്മൾ പുഷ് ചെയ്യാണ്, പുറകിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പം ഇങ്ങനെ ഓരോ ഷേപ്പിൽ ഇതിങ്ങനെ വരും കേട്ടോ. അല്ല കുറച്ച് നേരം ഇങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യണമല്ലോ, ഉച്ചവരെയുള്ള സമയം. ഇങ്ങനെ ഇതാണ് നമ്മൾ നോക്കിയിട്ട് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് 12:30 ആകുമ്പോഴേക്കും നമുക്ക് മീര വരും. ഇത് ജെയിൻ ഓൺസ്റ്റൻ്റെ ആട്ടോ. നമ്മളിങ്ങനെ ജെയിൻ ഓൺസ്റ്റനില്ലേ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ കാണാം, മറ്റേ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണത്തില്ല. അങ്ങനെയാണേ.
1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നപ്പോൾ ഞങ്ങളിങ്ങനെ 7-Elevenൻ്റെ ഷോറൂം, ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും 7-Elevenൻ്റെ ഇതുണ്ട് കേട്ടോ, ഔട്ട്ലെറ്റ്സുകളുണ്ട്. അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു. അവിടെ നമുക്ക് കയറണം എന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ജപ്പാനിലാണ് 7-Elevenൻ്റെ, കാരണം നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്തോറും ഇത് കുറേ കൂടെ കൂടുതലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു. പക്ഷേങ്കിൽ ഇത് ശരിക്കും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സസ് ആണ് കേട്ടോ. US ടെക്സസിലാണ് ആദ്യമായിട്ട് ഈ 7-Eleven ഓപ്പൺ ആയേക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്കതൊരു നല്ല ഉപകാരമാണ് കേട്ടോ. നമുക്ക് നല്ല റേറ്റിൽ കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങളും എല്ലാം കിട്ടും. നമുക്ക് ഈ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് 7-Eleven ഒരു ഭയങ്കര ഉപകാരമാണ്. കാരണം രാത്രിയിലും ഏത് സമയത്തും തുറന്നിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു 7-Elevenൻ്റെ ഒരു വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറണം അവിടെ. അപ്പോൾ കഴിക്കാറായെന്ന് വെച്ചാൽ ഇവർക്കാർക്കും വിശക്കുന്നില്ല. രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കഴിക്കാറായില്ല. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെ വെളിയിലത്തെ സ്ഥലത്തിരുന്ന് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കാർക്കും വിശക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനോർത്ത് ഗോപു പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളന്ന് ഹോട്ടലിൽ ചെന്നിട്ട് അഞ്ചപ്പാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ഉണ്ടല്ലോ, അവരുടെ റെസ്റ്റോറൻറ്റ് ചെയിൻ, അവിടെ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള, സ്പൈസി ആയിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാവേ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ എന്തായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്, നൂഡിൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളോട് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 7-Elevenൽ കയറി. അങ്ങനെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാനും, നമ്മൾ സ്റ്റാർബക്സിൻ്റെ കോഫിയും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും മീര വന്നു. അത് കഴിഞ്ഞ് മീര ഒന്ന് ഫ്രഷ് ആയിട്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ സാൻഡിയേഗോയിൽ താമസിക്കുന്നത്, മോനെ പുള്ളി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ട് മോൻ്റെ കൂടെ, അതായത് ഗോപുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് മോനെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ 2 വർഷം പുള്ളിക്കാരനാണ് മോൻ്റെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് അവരുടെ വീട് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണേ. അപ്പോൾ ഗോപുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ മോൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയത്. അവിടെ മോനും, അതായത് പുള്ളിക്കാരനൊരു കൊച്ചു മോൻ മാത്രമാണുള്ളത് അവരുണ്ടേലും. പിന്നെ ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ച് ഡിന്നറിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം അവരുടെ വീട്ടിലോട്ട് പോകണേ. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകുന്ന ഏരിയ ആണ് കേട്ടോ. അവിടെയുള്ള വീടുകളൊക്കെ കണ്ടോ, ഇവിടെ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അവിടുത്തെ കൺസ്ട്രക്ഷൻസും എല്ലാവേ. അപ്പോൾ അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ഓരോ സ്ഥലത്തെയും ഡിഫറെൻറ്റ്. പിന്നെ ആ ട്രാമിൻ്റെ അത് കണ്ടത്, എനിക്കൊന്ന് വീഡിയോയ്ക്ക് അത് രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. അത് സോറി. അപ്പം ഞങ്ങളങ്ങനെ അവരുടെ വീടിൻ്റെ വെളിയിൽ നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ വളരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾ രാജി എന്നാണ് പേര്, രാജിയോട് പറയുമായിരുന്നു ഇങ്ങനെ ഇവിടുത്തെ ചെടികളെ പറ്റിയെല്ലാം. കറിവേപ്പില കാണുമ്പോൾ നാരങ്ങ ഉണ്ടോ, നാരങ്ങ പക്ഷെ ഇവിടെ നമ്മൾ 2-3 ഇവരിങ്ങോട്ട് ഈ വീടിനകത്തോട്ട് മാറിയിട്ട് കുറേ നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് പറയായിരുന്നു വാഴയൊക്കെ വെച്ചാൽ വളരും, പക്ഷെ നമ്മളിങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുള്ള അറിയത്തില്ല അങ്ങനെ. അതുകൊണ്ട് ഇതിനുണ്ട് ചെറിയ പേരയാണ് കേട്ടോ, ഡ്വാർഫായിട്ടുള്ള, അത് നിറച്ചും പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. കാരണം അതുപോലത്തെ ഉള്ള വെയിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടല്ലോ, പിന്നെ വിൻ്റർ ഇല്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുകൂടെ നടന്ന് ഇതൊക്കെ കാണുമായിരുന്നു കുറേ നേരം. ഇവരുടെ ഫാമിലിയാന്ന് തോന്നല്ലേ, ഇവരുടെ ഫാമിലിയാന്ന് തോന്നല്ലേ. കനിയന് ഫേസ് ചെയ്തതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് കനിയനില്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല.
ഇവിടെ വന്നപ്പോൾ ഭൂപ്രകൃതി ആകെ മാറി. നമുക്ക് നാട്ടിലെ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെയുള്ള നാടിനോട് നല്ല സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ എറണാകുളത്തൊക്കെ പോകുന്ന ഒരു ഫീല് വന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ആരുടെയും വീഡിയോസ് എടുക്കാറില്ല, ആരുടെ വീട്ടിൽ പോയില്ല. അപ്പോൾ അതവരുടെ പ്രൈവസി അവർക്ക് ഇഷ്ടപ്പെടുമോ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. പുറത്തുനിന്ന് നോക്കിയപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ എനിക്ക് ശരിക്കും എറണാകുളത്തിൻ്റെ ഒരു ഫീലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ഓർഡർ അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണേ. അപ്പോൾ ആദ്യത്തെ കാറിനകത്തിരുന്ന് കാർ സീറ്റ് വെച്ചിട്ടാണല്ലോ ഇവരുടെ മോന് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ കാർ സീറ്റ് വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുക. അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ 2 കാറും എടുത്ത് അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണേ. തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളെന്ന് പറഞ്ഞു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അതവിടെ കുറേ ഒരു റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ്സ് തായ് ഒക്കെ കണ്ടു. നമ്മൾ എന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുറേ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിച്ചു കേട്ടോ, പല സ്ഥലത്തു നിന്ന്. നമ്മൾ സാൻഡിയോഗ വന്നിട്ട് തന്നെ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അപ്പം മാറ്റി അതായത് നമ്മൾ എത്രയായാലും ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്നും ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നുമല്ലോ. പക്ഷേ അഞ്ചപ്പാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ അത്രയും കുറവല്ലേ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നല്ല മലയാളി ഫുഡും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. ഞാൻ അറിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ മലയാളികളുടെ ഫ്രണ്ട്സ് അവർ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആണ്. നമുക്കവിടെ പൊതുവെ മലയാളികൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ വന്ന് ഇവരുടെ അറ്റാച്ച്മെൻറ്റ് ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ സവോയിലാണെങ്കിലും കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നല്ല ഫാമിലിയായിട്ട് നല്ല സ്നേഹമായിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഞാനും കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തു, കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നല്ല രസമായിട്ട് കഴിച്ചു. അങ്ങനെ സാന്റിയാഗോയിലെ ഈ 3rd ഡേയും അടിപൊളിയായിരുന്നു. കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കും നേരത്തെ തൊട്ട് എൻ്റെ കൂടെ കൂടിയവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബ് ആവാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.